നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിന്റെ പിന്നിൽ നമ്മളാണെന്ന് എങ്ങനെ ആന്റി അറിഞ്ഞാലോ? ഇതുവരെ ശ്രീകല നമ്മളെ ആരെയും സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. ഇനി നിങ്ങളായിട്ട് അതിനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാ മതി. അതെന്തായാലും ശ്രദ്ധിക്കണം. കരുതിയിരിക്കും. കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാരും അത് മറന്നേക്ക്. എന്നാലും ആ മോതിരം എവിടെ പോയി? അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അബി വാ, മോതിരം എവിടെയുണ്ടെന്ന് അന്വേഷിക്കാം. ഞാനുണ്ട്. ഇതല്ലേ മോതിരം? എന്റെ മോതിരം. നോക്കട്ടെ. ആ, ഇത് തന്നെയാ മോതിരം. ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുമെന്ന്. അപ്പൊ നിങ്ങൾക്കായിരുന്നു വെപ്രാളം. വെറുതെ നമ്മുടെ മരുമക്കളെയും അവരുടെ കുടുംബത്തെയും പ്രയാസപ്പെടുത്തേണ്ടി വന്നു. അല്ല, ഇതെങ്ങനെ ഇവിടെ വന്നു? രാവിലെ നിങ്ങൾ ആഭരണങ്ങൾ എടുത്തു എന്ന് പറഞ്ഞില്ലേ? അന്നേരം നിങ്ങൾ അറിയാതെ ഇവിടെ വീണതായിരിക്കും. അതെ അതിന് തന്നെയാ സാധ്യത. എടി, നമ്മൾ ഇവിടെ ഒന്ന് ശരിക്കും നോക്കണമായിരുന്നു. ഇപ്പൊ ആരുടെ ഭാഗത്താ തെറ്റ്? ഇനിയെങ്കിലും നല്ലോണം സൂക്ഷിച്ചു വെച്ചോളൂ. ഇനി ഇതുപോലെ അബദ്ധം പറ്റാൻ പാടില്ലല്ലോ. അമ്മ, എടി, ദേവികയെ പൊന്നാരൻ തോട്ടത്തിൽ നിന്ന് ഇറക്കിവിടാൻ പറ്റാത്ത വിഷമത്തിലല്ലേ നീ ഇവിടുന്ന് പോയത്? എന്നാ നിന്റെ ആ വിഷമം ഇപ്പൊ തീരും. അടുത്ത സ്ഫോടനത്തിനുള്ള വെടിമരുന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞു. മനസ്സിലായില്ല. അമ്മ എന്തേതു നീ പറയുന്നത്? ശ്രീകലയുടെ മനസ്സറിഞ്ഞ് അവളെ ഞാനൊന്ന് ഇളക്കി വിട്ടു. ഒരു മോതിരം കാണാത്തതിന്റെ പേരില് പൊന്നാരൻ തോട്ടത്തുകാർ ഇവിടെ വന്ന് ദേവികയും ഗോപികയും പിന്നെ നമ്മളെ എല്ലാവരെയും കണക്കറ്റ് അപമാനിച്ചു എന്ന് ഞാൻ വെച്ച് അലക്കി. മക്കളെയും കുടുംബത്തെയും അപമാനിച്ചു എന്ന് കേട്ടാ ശ്രീകല മിണ്ടാതിരിക്കോ? കലിതുള്ളി അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അവളെ പിടിച്ചു കെട്ടാനായി അച്ഛനും പുറപ്പെട്ടിട്ടുണ്ട്. അതിന് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല.
ശ്രീകല ഇപ്പോ കൊടുങ്കാറ്റ് പോലെ അവിടെ വന്ന് കേറും. പിന്നീട് അവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടറിയണം. അമ്മ, ഇതിന്റെ പിന്നിൽ നമ്മളാണെന്ന് എങ്ങനെ ആന്റി അറിഞ്ഞാലോ? ഇതുവരെ ശ്രീകല നമ്മളെ ആരെയും സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. ഇനി നിങ്ങളായിട്ട് അതിനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാ മതി. അതെന്തായാലും ശ്രദ്ധിക്കണം, കരുതിയിരിക്കും. പിന്നെ ശ്രീകല വന്നു പോയതിനു ശേഷം എന്നെ വിളിക്കണം. ആന്റി, 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 ആന്റി ഇവിടെ വന്നിരിക്കുവായിരുന്നോ? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. എന്തിനാ മോളെ? ആന്റി, അമ്മ ഇപ്പൊ വിളിച്ചിരുന്നു. ശ്രീകല വരട്ടെ മോളെ, നമുക്ക് നോക്കാം. അങ്ങോട്ടോ. എന്താടോ? വേണ്ട വേണ്ട, അത്ര ലോഹ്യ ശൃംഗാരമൊന്നും വേണ്ട. ഗോപു, ആഹാ, ഇപ്പൊ കൊഞ്ചാനും പുന്നാരിക്കാനൊക്കെ അറിയാല്ലേ? ഇടയ്ക്ക് ഈ സ്നേഹവും പ്രേമവും ഒക്കെ എവിടെ പോയിരുന്നു? അല്ല അത് പിന്നെ ഒന്നും പറയണ്ട, വലിയ ആള് ചമയിലായിരുന്നല്ലോ. ഒരുമാതിരി ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ മൂക്കത്തായിരുന്നല്ലോ ശുണ്ടി. ഇപ്പൊ ആ സ്വഭാവമൊക്കെ മാഞ്ഞു പോയോ? അതൊക്കെ താനങ്ങ് മറന്നു കളയടോ. ആഹാ, മറക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? എന്റെ പൊന്നു മേഡം, അടിയൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഈ പാദത്തിൽ വീണ് മാപ്പ് ചോദിച്ചേക്കാം. വീഴട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.